എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ ആ നേതാവ്, ഈ നേതാവ്, മറ്റേ നേതാവ് എന്നൊക്കെ പറയുമ്പോഴും നേതാക്കളെയൊക്കെ സംബന്ധിച്ച് എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എന്നെപ്പോലൊരാൾക്ക് കഴിഞ്ഞ ദിവസം ഡോക്ടർ സൈജു ഹമീദ് എന്ന് പറയുന്ന വളരെ സേവന തൽപരനായ നല്ലൊരു മനുഷ്യനായ ഒരു ഡോക്ടർ പോസ്റ്റ് ഇട്ടതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് മാറി എന്നുള്ളത് തന്നെ എനിക്കൊരുപാട് സന്തോഷിക്കാനും ആശ്വസിക്കാനും ഒക്കെ വക നൽകുന്നതാണ്. കാരണം അത്രമേൽ പീഡിപ്പിക്കപ്പെട്ട, അത്രമേൽ ആക്രമിക്കപ്പെട്ട ഒരു ആളാണ് ഞാനെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ എൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷമായ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ മേൽവിലാസമൊന്നും അണിഞ്ഞ് അതൊരു വാർത്തയാക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലരെയൊക്കെ രംഗത്തിറക്കി ഒന്നും ചെയ്യാൻ ശ്രമിച്ച ഒരാളല്ല ഞാൻ. കാരണം സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്താനും എന്തുകൊണ്ട് ഓരോന്നും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ആ സംഭവിക്കുന്നതിന് പരിഹാരം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നന്നായി ബോധ്യവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ ഈ ഒരു മുന്നണിയിൽ നിന്ന് മാറി മറ്റൊരു മുന്നണിയിലേക്ക് ഭരണമാറ്റം സംഭവിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മതി. അതിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡോക്ടർ സൈജു ഹമീദ് എന്ന് പറയുന്ന ഒരാളൊരു കുറിപ്പിട്ടിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പേജിൽ. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്, ചുറ്റിലും 3 മണ്ഡലങ്ങൾ, ഒരാൾ ജില്ലയിൽ കാല് കുത്തിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് എന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ചുകൊണ്ടിരുന്നയാൾ, ഒരാൾ ഇഷ്ടക്കാരായ മരുന്ന് മാഫിയയ്ക്ക് വേണ്ടി എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചയാൾ, പിന്നീട് സർവീസ് സംഘടനാ മാഫിയയുടെ നിരന്തര വേട്ട, രണ്ടും തോറ്റമ്പി, അതിനൊക്കെ പ്രതികാരം പതിതൻ്റെ പിന്മുറക്കാർ ചെയ്തിരിക്കുന്നു. മറ്റൊരാൾ പ്രതികൂല പാർട്ടി നിലപാടിനെതിരെയും എന്നെ ജില്ലാസ്ഥാനത്ത് കൊണ്ടുവന്ന ആൾ, ജനം അദ്ദേഹത്തെ കൊടുങ്കാറ്റിലും കടപുഴകാതെ നിലനിർത്തി, ദൈവം മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം. ഇതാണ് അദ്ദേഹം എഴുതിയ വാക്കുകൾ. അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസാണ്, സൈക്യാട്രി, പബ്ലിക് ഹെൽത്ത്, പാലിയേറ്റീവ് കെയറിലൊക്കെ സ്പെഷ്യലിസ്റ്റാണ്, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്, സാമ്പത്തിക മോഹമോ താല്പര്യമോ അഴിമതിയോ ഇല്ലാത്ത നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം അനുഭവിച്ച കാര്യവും അദ്ദേഹം പ്രകടിപ്പിച്ച സന്തോഷവുമാണ് ഇതിലുള്ളത്. അതുപോലെ ഡോക്ടർ ജിൻഡോ ജോൺ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, അതായത് സന്തോഷിക്കാനുള്ള കാരണം ഇത് മാത്രം മതി, ബാക്കിയെല്ലാം എന്തുമാകട്ടെ എന്ന് പറഞ്ഞില്ലേ. അതേ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതും. കാരണം ഇത്ര അകാരണമായി ഒതുക്കപ്പെട്ട, ചാരിയിരുത്തപ്പെട്ട, നമ്മളിലെ വടിയും കുടയുമൊക്കെ ചാരി വെക്കുന്ന പോലെ ഭിത്തിയിൽ പറ്റിച്ചിരുന്ന ഒരാൾ എന്നെപ്പോലെ ഒരാളുണ്ടായിരുന്നില്ല കഴിഞ്ഞ 10 വർഷക്കാലം. അതിൻ്റെ കാരണം വേറൊന്നും ആയിരുന്നില്ല. ഞാൻ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ LDF മുന്നണിക്കെതിരെയുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സർവീസിൽ ഇന്ന് വരെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി മാനേജിംഗ് ഡയറക്ടറായി 5 വർഷം ഇരുന്നപ്പോഴോ എപ്പോഴെങ്കിലും ഒരു 100 രൂപയുടെ അഴിമതി എവിടെങ്കിലും നടത്തിയെന്ന് എന്തെങ്കിലും ഒരു പാസിംഗ് റെഫറൻസ് പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ പ്രവർത്തിച്ചിരുന്ന കയർഫെഡിലെ LDFൻ്റെ ഭരണസമിതിയോടൊപ്പമാണ്. ഇപ്പോൾ കുണ്ടറയിൽ പരാജയപ്പെട്ട SL സജികുമാർ സാറായിരുന്നു എൻ്റെ ചെയർമാൻ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 23 ലക്ഷം രൂപ, അന്ന് കയർ മന്ത്രി അടൂർ പ്രകാശ് സാറാണ്, 23 ലക്ഷം രൂപ പിന്നെ പ്രവർത്തന ലാഭം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഭരണസമയത്താണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ സമയത്ത് അതിരക്തസമ്മർദ്ദം, അതുപോലെ ഷുഗറും ഒക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്ന അത്രയും മാനസിക സമ്മർദ്ദം, തൊഴിലാളി പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിട്ടാണ് കേരളം മുഴുവൻ ഓടി നടന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റ്, രാജ്യത്തിന് പുറത്ത് വിറ്റ്, രാജ്യത്തിനകത്ത് വിറ്റ് ഒരു പ്രവർത്തന ലാഭത്തിലേക്ക് എത്തിച്ചത്. അങ്ങനൊരു റെഫറൻസ് പോലും ഇല്ലാതെ മടങ്ങി വന്നൊരാൾ, വിജിലൻസ് കേസിൽ അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ട് വർഷങ്ങളോളം പുറത്ത് നിന്നൊരാളിൻ്റെ വേട്ടയ്ക്കിരയായി കൊണ്ടുപോയി ഒരു സൈഡിൽ ചാരി ഒരിടത്തിരുത്തി ഈ വർഷങ്ങളോളം ഒരു പണിയും തരാതെ, ഒരു സീറ്റും തരാതെ. സാധാരണ ആ സന്ദർഭത്തിലൊക്കെ ഒരു മനുഷ്യനായിത്തീരുന്നത് എങ്ങനെയാണെന്നറിയോ? കള്ളു കുടിക്കുന്നവനാണെങ്കിൽ കള്ളുകുടി തുടങ്ങും, ചീട്ട് കളിക്കുന്നവനാണെങ്കിൽ ചീട്ട് കളി തുടങ്ങും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏർപ്പാടുണ്ടാകുന്നവനാണെങ്കിൽ ഏതെങ്കിലും ഏർപ്പാടുണ്ടാവും. ആ സന്ദർഭത്തിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന, എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു വിൻഡോയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് എന്നെ പീഡിപ്പിക്കുന്നതിനുള്ള ഒരു കാരണം അതാക്കിയെടുത്തു. ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് സഹിച്ചൊരാളാണ് ഞാൻ. അത് സഹിക്കുമ്പോൾ എന്നോട് പല സമുദായ സംഘടനകളും പലരും എന്നെ സസ്പെൻഡ് ചെയ്ത വാർത്തയൊക്കെ അറിഞ്ഞ് എന്നെ സമീപിച്ചിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മൾ ഇടപെട്ടാലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനൊരു മേൽവിലാസത്തിലും എന്നെ ഇടപെടുത്തേണ്ട കാര്യമില്ല. ഞാനിത് നേരിടാൻ തയ്യാറുള്ള ഒരാളാണ്. ഇനി ഈ വർഷമല്ല, ഇനി ഒരുപക്ഷെ ഈ ഗവൺമെൻറ് മാറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സർക്കാർ സർവീസ് തന്നെ അവസാനിപ്പിച്ച് പിൻവാങ്ങാനിരുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത് മാറുന്നതിന് മുമ്പ് ആയുസുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കണമെന്നും ഇനി പണി വയ്യെന്നും തീരുമാനിച്ച ഒരാളാണ് ഞാൻ.
അത്രയൊക്കെ മതി. ഒരുപാട് കാലമൊക്കെ ഇങ്ങനെ അധ്വാനിച്ച് അതും ഇതുമൊക്കെ ചെയ്തല്ലോ. ഇനി കുറച്ച് കാലം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ്, ഹ്യൂമാനിറ്റേറിയൻ ആണെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ, അതൊക്കെ ചെയ്യാനുള്ള സംഗതിയൊക്കെ എൻ്റെ പിതാവ് പാരമ്പര്യമായി തന്നിട്ട് പോയതിൻ്റെ അത്രയും തന്നെയുണ്ട്. അതൊക്കെ വിറ്റാൽ എനിക്കും ഒരു തലമുറയ്ക്കൂടെ കഴിയാനുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ മാറ്റത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അങ്ങനെയായി എന്നൊന്നും പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നുള്ളത് പ്രത്യേക കാര്യമാണ്. എന്നെ സസ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഉമ്മ മരിച്ച് ഒരു 6-7 ദിവസം കഴിയുമ്പോഴാണ്. എത്ര പീഡനമാണെന്ന് നോക്കണം. ക്രിട്ടിക്കൽ അവസ്ഥയിൽ എൻ്റെ ഉമ്മ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോഴാണ് എനിക്ക് നോട്ടീസുകൾ തരുന്നതും എന്നെ ഹിയറിങ്ങിന് വിളിക്കുന്നതുമൊക്കെ. അത്ര വ്യക്തിപരമായി പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ്. അന്നും നിരന്തരം എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ കുഞ്ഞാലിക്കുട്ടി സാറാണ്. അത് ഞാൻ പിന്നീട് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ കഥ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന ഒരു ഇരുട്ട് മാറി വേറൊരു പ്രകാശത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രാദേശികമായൊക്കെ ആരെങ്കിലുമായി എനിക്കിതിനകത്ത് വൈരാഗ്യമോ ഏറ്റുമുട്ടലോ ഒന്നുമില്ല. ഇപ്പോൾ ഇദ്ദേഹം കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇതിനിടയിലും എന്നെ സഹായിക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ അവരുടെ ശ്രമമൊന്നും നിന്നില്ല. അതൊക്കെ പാളി വേറെ വഴിക്കേ സഞ്ചരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് സന്തോഷിക്കാൻ ഈ ഭരണമാറ്റം തന്നെ ധാരാളമാണ്.